ലേവ്യ പുസ്തകം അധ്യായം 3. ദൈവം നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ഒരുവൻ്റെ കാഴ്ച സമാധാനയാഗം ആകുന്നുവെങ്കിൽ, കന്നുകാലികളിൽ ഒന്നിനെ അർപ്പിക്കുന്നുവെങ്കിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അവൻ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. തൻ്റെ വഴിപാടിൻ്റെ തലയിൽ അവൻ കൈവച്ച് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വച്ച് അതിനെ അറുക്കണം. അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ സമാധാന യാഗത്തിൽ നിന്ന് കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലിരിക്കുന്ന സകല മേധസ്സും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡത്തോടു കൂടെ കരളിന്മേലുള്ള നെയ്വലയും നീക്കി കർത്താവിന് ദഹനയാഗമായി അർപ്പിക്കണം. അഹറോന്റെ പുത്രന്മാർ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മേൽ ഹോമയാഗത്തിന്മീതെ അത് ദഹിപ്പിക്കണം. അത് കർത്താവിന് സൗരഭ്യവാസനയായ ദഹനയാഗമാകുന്നു. കർത്താവിന് സമാധാനയാഗമായുള്ള കാഴ്ചയാകുന്നു എങ്കിൽ, ആണായാലും പെണ്ണായാലും ഊനമില്ലാത്തതിനെ അർപ്പിക്കണം. ഒരു കുഞ്ഞാടിനെ വഴിപാട് ആയിട്ട് അർപ്പിക്കുന്നുവെങ്കിൽ അതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. തൻ്റെ വഴിപാടിൻ്റെ തലയിൽ അവൻ കൈവച്ച് സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ അതിനെ അറുക്കണം. അഹറോന്റെ പുത്രന്മാർ അതിൻ്റെ രക്തയാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ സമാധാന യാഗത്തിൽ നിന്ന് അതിൻ്റെ മേധസ്സും നട്ടെല്ലിൽ നിന്ന് പറിച്ചെടുത്ത തടിച്ച വാൽ മുഴുവനും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡത്തോടുകൂടി കരളിന്മേലുള്ള നെയ്വലയും നീക്കി കർത്താവിന് ദഹനയാഗമായി അർപ്പിക്കണം. പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അവൻ്റെ കാഴ്ചവസ്തു കോലാട് ആകുന്നുവെങ്കിൽ അവൻ അതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. അതിൻ്റെ തലയിൽ അവൻ കൈവച്ച് സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ അതിനെ അറുക്കണം. അഹ്റോന്റെ പുത്രന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അതിൽ നിന്ന് കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടി കരളിന്മേലുള്ള നെയ്വലയും നീക്കിയവ കർത്താവിന് ദഹനയാഗമായി തൻ്റെ വഴിപാട് അർപ്പിക്കണം. പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അത് സൗരഭ്യവാസനയായ ദഹനയാഗഭോജനം. മേധസ് മുഴുവനും കർത്താവിനുള്ളതാകുന്നു. മേധസ്സും രക്തവും ഭക്ഷിക്കരുത് എന്നുള്ളത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും നിങ്ങൾക്ക് തലമുറ തലമുറയായി ശാശ്വത നിയമമായിരിക്കണം. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ.